ഹലോ ഹലോ മോളെ, നീ എവിടെയാ? എന്താ ചേച്ചി? ഞാൻ വീട്ടിലുണ്ട്. ഓൾ ഇങ്ങോട്ടൊന്ന് വരാമോ? എന്താ എന്താ പ്രശ്നം? ഓൾ ഇങ്ങോട്ടൊന്ന് വാ, ഞാൻ വന്നിട്ട് പറയാം. ശരി ചേച്ചി, വിഷമിക്കാതെ. ഞാൻ അവളോട് സംസാരിച്ചു നോക്കട്ടെ. ചിന്നു, ചിന്നു, നിനക്കിത് എന്താ പറ്റി? ഇതെന്തൊരു കോലവാ? തൊടണ്ട. എന്നോടും പിണക്കമാണോ? എന്നാലും നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നീ എന്നോട് നിന്റെ അഫയറിന്റെ കാര്യം എന്താ പറയാഞ്ഞേ? പറഞ്ഞെന്തിനാ? പറഞ്ഞാലല്ലേ അതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്തില്ലെന്ന് ഇത്ര വലിയ തെറ്റ്? എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ടല്ലോ അഫയർ, പിന്നെ എനിക്ക് എന്തായാലും? ചിന്നു, നീ ഇപ്പൊ പഠിക്കുന്നത് +1, അവൻ പഠിക്കുന്നത് +2. ഈ കൗമാരപ്രായം എന്ന് പറയുന്നത് തന്നെ പ്രേമിക്കാനുള്ള. അതിന് ദേവേന്ദ്രം എന്ന് പറഞ്ഞാലും അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. കാരണം ഈ സമയത്ത് നമുക്ക് അതിനുള്ള ഹോർമോണൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അത് കാരണം ഞാൻ നിന്നെ കുറ്റപ്പെടുത്തത്തില്ല. എന്നിട്ട് അമ്മ എന്നെ അടിച്ചല്ലോ. ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല. ഞാൻ കുഞ്ഞമ്മയുടെ കൂടെ വരുവാ. കുഞ്ഞമ്മയുടെ കൂടെ വന്നോ? പക്ഷെ അമ്മയോട് പിണങ്ങിയിട്ട് വേണ്ട. നിന്റെ അമ്മയുടെ നെറ്റിയിലൊരു പാട് നീ കണ്ടിട്ടുണ്ടോ? എന്തു പറ്റിയാന്ന് നിനക്കറിയാവോ? നിനക്ക് 5 വയസ്സുള്ളപ്പം നീ എന്തോ സാധനം വേണമെന്ന് നീ വാശി പിടിച്ച് കരഞ്ഞു. അത് വാങ്ങിച്ചു തരാത്തതിന് നീ ഒരു ഫ്ലവർ വൈസ് എടുത്ത് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. അങ്ങനെ നെറ്റി പൊട്ടിയ പാടാ കിടക്കുന്നത്. അവരെ നീ വേദനിച്ചപ്പം അവർ നിന്നെ ഇട്ടിട്ട് പോയോ? ഇല്ലല്ലോ. നിന്റെ അമ്മ നിന്നെ അടിച്ചത് നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്റെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പെൺപിള്ളേർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ 1/4 ഭാഗം മാത്രമേ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് അവർക്ക് സന്തോഷം കൊടുക്കാൻ നോക്ക്. പിന്നീട് ഈ നിമിഷത്തെ പറ്റി ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അമ്മ എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതോ? ഫോൺ നിനക്ക് വാങ്ങി തന്നതാരാ? അമ്മ. അമ്മ എന്തിനാ അത് എറിഞ്ഞു പൊട്ടിച്ചേ? നീ അന്ന് എങ്ങനെയാന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് എങ്ങനെയാന്ന് ആലോചിച്ച് നോക്ക്. അന്ന് നീ സ്കൂൾ വിട്ട ഒരു നിമിഷം പോലും കളയാതെ വീട്ടിലെത്തുമായിരുന്നു. നിനക്കറിയാം നിന്റെ അമ്മ ചായയും പലഹാരവുമായിട്ട് വീട്ടിൽ കാത്തിരിക്കാന്ന്. വന്നിരുന്ന് സ്കൂളിൽ അന്ന് നടന്ന എല്ലാ വിശേഷവും പങ്കുവെച്ചിട്ടേ നീ നിന്റെ റൂമിലേക്ക് പോകാറുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നിന്റെ അമ്മയ്ക്ക് എന്തു വേണ്ടി സന്തോഷം കൊടുത്തിട്ടുണ്ടെന്നറിയാവോ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും നിന്റെ അമ്മ നിനക്ക് വാരിയാ തന്നോണ്ടിരുന്നേ. നീ തിരിച്ചും വാരി കൊടുക്കാറുണ്ട്. അങ്ങനെ സ്നേഹം പങ്കുവെക്കുന്നത് തന്നെ ഒരു സുഖമല്ലേ മോളെ? നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ അമ്മ നിന്റെ അടുത്ത് വന്നിരുന്ന് നിന്നെ തലോടി നിന്നെ ഉമ്മ വെച്ച് നിന്നോടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടല്ലേ തിരിച്ചു പോകാറുള്ളൂ. ചില സമയം നീ നിന്റെ അമ്മയെ വിടാറ് പോലുമില്ല. കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറയും. നീ ഇപ്പോഴെങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്കൂളിൽ നിന്നോ വൈകിയാ വരുന്നത്. വന്നു കഴിഞ്ഞാൽ നിന്റെ അമ്മയെ നീ മൈൻഡ് കൂടി ചെയ്യാറില്ല. നിന്റെ അമ്മയുടെ വേദന നീ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? കഴിക്കാൻ വിളിച്ചാലോ നീ നിന്റെ കാമുകന്റെ കൂടെ ശൃംഗരിച്ചുകൊണ്ടിരിക്കും. എന്തിന്? ആഹാരം എടുത്തോണ്ട് റൂമിലേക്ക് പോവും. നിന്റെ അമ്മേനെ നീ ഒറ്റപ്പെടുത്തി. ആ സമയത്ത് നിന്റെ അമ്മ എത്ര വേദനിച്ചു നിനക്ക് കണക്ക് കൂട്ടാൻ പറ്റുമോ? ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഗുഡ് നൈറ്റ് പറയുന്നൊരു ശീലം ഉണ്ടായിരുന്നു. നീ അതൊക്കെ മറന്നു കാണും. നിന്റെ അമ്മയെ നീ ഒറ്റപ്പെടുത്തുമായിരുന്നു ചിന്നു ഈ വീട്ടില്. പ്രേമിക്കുന്നതൊക്കെ ഈ പ്രായത്തിൽ ഭയങ്കര ത്രില്ലുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ പേര് പഠിത്തത്തിൽ ഉഴപ്പുക, ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുക, ഇങ്ങനെ റൂമിൽ കയറി കഥ അടച്ചിരിക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടിയൊന്നും വേണ്ട കേട്ടോ. ഇനി കുഞ്ഞമ്മയുടെ പൊന്നുമോള് മുടിയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നേ. നിന്നെ പോലുള്ള പിള്ളേർ ഇങ്ങനെ ഒരാളിലേക്ക് ഒതുങ്ങി കൂടിയാലുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടുകാർക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നുമോളെ, നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്റെ വകയല്ല, നിന്റെ അമ്മയുടെ വകയാ. പിന്നെ ഇത് പിന്നെ മറ്റവനെ വിളിക്കാനല്ല, നല്ല കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇപ്പൊ അമ്മയോടൊരു സോറിയൊക്കെ പറയണമെന്ന് തോന്നുന്നുണ്ടോ? എന്നാ വേഗം എഴുന്നേറ്റ് വാ. കുഞ്ഞമ്മ, നീ മറ്റൊരു ലോകത്തേക്ക് പോയപ്പം നീ നിന്റെ അമ്മേനെ ഒറ്റപ്പെടുത്തിയത്. വന്ന് സോറി പറ. വാ വാ. അമ്മ 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 സോറി. കണ്ടില്ലേ, ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ പല പ്രശ്നങ്ങളും. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് ക്ഷമിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ആരും നമ്മളോട് ക്ഷമിക്കില്ല. അതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ എന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരുടെ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് നമ്മളും വന്നതെന്ന് ഓർക്കണം. പരസ്പരം സുഹൃത്തുക്കളെ പോലെ തുറന്ന് സംസാരിക്കുക. പ്രശ്നങ്ങളെല്ലാം അവിടെ തീരും.